ശ്രീ ശേഖർ കുര്യാക്കോസിലേക്ക്. ശ്രീ ശേഖർ കുര്യാക്കോസ്, 2018 പ്രളയശേഷം എല്ലാ വർഷവും ഇപ്പോൾ വെള്ളപ്പൊക്കം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു പ്രതിരോധം സാധ്യമാകാത്തത്? എന്തുകൊണ്ടാണ് അതിലൊരു മുന്നറിയിപ്പ് സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത്? പ്രതിരോധം എന്നത് ഒരു ആപേക്ഷികമായ പദമാണ്. നമ്മൾ കാണേണ്ടുന്നത് 18-ൽ നമ്മൾക്കുണ്ടായിരുന്ന തയ്യാറെടുപ്പ് ശേഷിയോ അല്ലെങ്കിൽ ഇത്തരം പ്രതിഭാസങ്ങളോടുള്ള നമ്മൾക്കുള്ള പ്രതികരിക്കാനുള്ള ശേഷിയോ ഒന്നും അല്ല ഇപ്പോഴുള്ളത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തിഗതമായും നമ്മളുടെ കേരളത്തിലെ സമൂഹം ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ തന്നെ ഗണ്യമായ മാറ്റം ഉണ്ടായി. അപ്പോൾ സാമൂഹികമായ ഒരു അവബോധം കൃത്യമായി ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് കുട്ടനാട് പല മേഖലകളിലും ഇപ്പോൾ പോയി നോക്കിയാൽ സ്റ്റിൽറ്റിലുള്ള വീടുകളാണ് കാണുക. പഴയതുപോലെ തറനിരപ്പിൽ ബണ്ടിന് മുകളിലല്ല ആളുകൾ ഇപ്പോൾ വീട് വയ്ക്കുന്നത്. അതിന് മുകളിൽ കാലുകൾ കൊടുത്ത് കാലുകൾക്ക് മുകളിൽ വീട് വയ്ക്കുന്ന ഒരു സമീപന രീതിയിലേക്ക് പോയിട്ടുണ്ട്. പല റോഡുകളും ഇപ്പോൾ തയ്യാറാക്കുമ്പോൾ അവർ ദീർഘകാലം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ പോലും തകരാത്ത ശേഷിയുള്ള റോഡുകളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. 18-ന് ശേഷമാണ് നമ്മൾ കേരളത്തിലിപ്പോൾ പലയിടത്തും കാണുന്ന ഇൻ്റർലോക്ക് റോഡുകൾ തന്നെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇൻ്റർലോക്കിങ്ങിൻ്റെ ഒരു ഗുണം വെള്ളം കുറേയൊക്കെ വാർന്നു പോകും അതിലൂടെ. അത്തരം പലതരത്തിലുള്ള എൻജിനീയറിംഗ് ഇടപെടലുകൾ പോലും കേരളത്തിൽ പൊതുസമൂഹവും സർക്കാർ സംവിധാനങ്ങളും സ്വാംശീകരിച്ചിട്ടുണ്ട്. ഓരോ കാലത്തും ഇത്തരം വലിയ ദുരന്തങ്ങളാണ് പലപ്പോഴും നമ്മളുടെ കാര്യശേഷിയെയും ഇത്തരം ദുരന്തങ്ങളോട് പ്രതികരിക്കാനും അവയെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ആർജിക്കുന്നതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ മാറ്റങ്ങൾ നമ്മൾക്ക് ഗണ്യമായി ഉണ്ടായിട്ടുണ്ട്. ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾക്ക് ഒറ്റപ്പെട്ട വലിയ മഴയുണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടത്തെ മാത്രമേ നമ്മൾക്ക് വാർത്താ പ്രാധാന്യത്തോടു കൂടി കാണാറുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾക്ക് 2024-ൽ മേപ്പാടിയിൽ വലിയ ഒരു ഉരുളുപൊട്ടലുണ്ടായി. നമ്മൾക്ക് 298 പേരുടെ നഷ്ടമുണ്ടായപ്പോഴും തൊട്ടടുത്ത് കോഴിക്കോട് വിലങ്ങാട് എന്ന സ്ഥലത്ത് 100ഓളം ഉരുൾ പൊട്ടിയിരുന്നു. പക്ഷേ അവിടെ നമ്മൾക്കുണ്ടായ മരണം അത് വളരെ ദുഃഖകരമായൊരു മരണവുമാണ്. ഒരാളുടേതാണ്. അദ്ദേഹമാണ് ശരിക്കും ഈ ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ മുൻകൈ എടുത്തവരിൽ ഒരാൾ, മാഷായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് 100 ഉരുളുപൊട്ടിയ ഒരു പ്രദേശത്ത് മരണം വളരെ കുറഞ്ഞ സാഹചര്യം ഉണ്ടായത്? എന്തുകൊണ്ട് ഒരു വലിയ ഉരുളുപൊട്ടിയ പ്രദേശത്ത് മരണത്തിൻ്റെ സംഖ്യ കൂടി? ഇപ്പോൾ വിളങ്ങാട് നമ്മൾ പരിശോധിച്ചാലും മേപ്പാടി പരിശോധിച്ചാലും ഈ രണ്ടുപേർക്കും ദുരന്ത ലഘൂകരണ പദ്ധതികളുണ്ടായിരുന്നു. രണ്ടുപേരും മോക്ക് ഡ്രില്ലുകൾ ഈ 24-ലെ മഴയ്ക്ക് മുൻപ് നടത്തിയവരാണ്. ഈ ഓരോ വർഷവും എന്ത് തരം മാറ്റങ്ങൾ സാധ്യമാകുന്നു, പോസിറ്റീവായ മാറ്റമുണ്ടോ എന്നുള്ളതാണല്ലോ പരിശോധിക്കപ്പെടുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.